ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതേപോലെ ബീട്രൂട്ട് പെപ്പർ റോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റവയാണ്. ഒരു ഗ്ലാസിൻ്റെ അളവിന് 1.25 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പരമാവധി പൊടിച്ചെടുക്കുക. ഇനി അതേ ഗ്ലാസിൻ്റെ അളവിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളച്ച് വന്നതിന് ശേഷം പൊടിച്ച് വെച്ച റവയല്ലേ, ആ മിക്സി ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കണം. പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുക്കുക. റവയുടെ എല്ലാ ഭാഗത്തും വെള്ളമാവുന്ന രീതിയിൽ വാട്ടിയെടുക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം ചൂടാറാനും നിൽക്കണ്ട. ഇത് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതേപോലെ ഞാൻ കുഴച്ചെടുക്കാൻ ചൂടെടുക്കാനല്ലേ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചൂടാറുന്നത് വരെ അതുകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള മൈദയും കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് തന്നെ ഞാൻ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് വെള്ളം ചേർത്ത് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ കയ്യുമ്മയാക്കിയിട്ട് പിന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെയും അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ സമയം ഞാൻ ബീട്രൂട്ട് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യം ഞാൻ ബീട്രൂട്ട് അങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ളിയാണ് വഴറ്റിയെടുക്കുന്നത്. ബീട്രൂട്ട് കോരി എടുത്തിട്ടുണ്ട്. അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച 2 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അതും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് വഴണ്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതേപോലെ കുരുമുളക് പൊടി, ഇതെല്ലാം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബീട്രൂട്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ഗ്രേറ്റ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കുരുമുളകും എനിക്ക് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൂടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വാട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ട് ബീട്രൂട്ട് റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുഴച്ച് വെച്ച മാവില്ലേ, അത് നന്നായിട്ട് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് പരത്തിയെടുക്കുക. അപ്പോൾ ചപ്പാത്തിൻ്റെയൊക്കെ വലിപ്പത്തിനോ അല്ലെങ്കിൽ അതിൽ കുറവായിട്ടും പരത്തിയെടുക്കുക കേട്ടോ. ചപ്പാത്തിയുടെയൊക്കെ പാകത്തിന് പരത്തിയെടുത്താൽ മതി കേട്ടോ, അതേ കനത്തിൽ. അപ്പോൾ പാൻ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. ഒരു ഭാഗം ഇട്ട് കൊടുത്ത് വീണ്ടും മറിച്ചിടുക. ഇതൊക്കെ അറിയാവുന്നതായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള സൈഡും കൂടി ഓയിലാക്കി കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ.